വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം AE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കന്നഡ ഭാഷാ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നു സമരം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മഞ്ചേശ്വരം ഉപജില്ലയിലെ 85 കന്നഡ വിദ്യാലയങ്ങളിൽ അധ്യാപക നിയമനം നടത്തുക, പാഠപുസ്തകങ്ങൾ എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം AE ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. മനുഷ്യാവകാശ പ്രവർത്തകൻ കൂക്കൽ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ വേണ്ടുന്നവരുടെ ഈ സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഭാഷയാണ് മാറ്റി നിർത്തപ്പെടുന്നത്. അവരവന്റെ ഭാഷ കർണാടകമാവാം, അത് തുളുവാവാം, മറാഠിയാവാം, ഹിന്ദിയാവാം, മലയാളമാവാം. കേരളത്തിൽ മഞ്ചേശ്വരത്തിന്റെ തലപ്പാടി മുതൽ കണിയിക്കാറുള്ള തിരുവനന്തപുരം വരെ ഉള്ള എല്ലാ ജില്ലകൾക്കകത്തും ഔദ്യോഗിക ഭാഷ മലയാളമാണ്. മലയാളത്തിന് അതിൻ്റെതായ സംഭാവന ഈ രാജ്യത്തിന് ലോകത്ത് നൽകിയ ഒരു സംസ്ഥാനമാണ്. ഇവിടെയാണ് മറ്റു മതങ്ങളൊക്കെ വന്ന് ചേർക്കുന്നത്, മറ്റ് സംസ്കാരം. ചടങ്ങിൽ MK അലി മാസ്റ്റർ അധ്യക്ഷനായി. KATF സംസ്ഥാന സെക്രട്ടറി യഹിയ മാസ്റ്റർ, KSTA മഞ്ചേശ്വരം ഉപജില്ലാ പ്രസിഡന്റ് ബെന്നി മാസ്റ്റർ, മുസ്തഫ കടമ്പാർ, അഷ്റഫ് ബഡാജെ, യൂസുഫ് പച്ചിലമ്പാറ, മാധവ ബല്യായ, UA ഖാദർ, സത്യൻ സിയുപ്പള, മഹമ്മൂദ് കൈക്കമ്പ, റഷീദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് കരീം ബോന, ഇബ്രാഹിം പെരിങ്കടി, ഷാഹുൽ ഹമീദ് ബന്ദിയോട് എന്നിവർ സംസാരിച്ചു. വിനായകൻ മാസ്റ്റർ സ്വാഗതവും ഹമീദ് കോസ്മോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.